ഹായ് ഹലോ നമസ്കാരം. അമുദാസ് മൾട്ടിക്കോട്ടിലേക്ക് സ്വാഗതം. നമ്മളിന്ന് ചെയ്യാൻ പോകുന്നത് നല്ലൊരു മൾട്ടി മില്ലറ്റ് കൊഴുക്കട്ടയും അതിൻ്റെ സൈഡ് ഡിഷായിട്ട് പീനട്ട് ചട്നിയുമാണ്. ഞാൻ ഇതിന് മുമ്പ് ഇതേപോലെ ഹെൽത്തി ഡയറ്റ് സീരീസിൽ ചില ഐറ്റംസ് ചെയ്തിട്ടുണ്ട്. ആ വീഡിയോസിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം, ആവശ്യമുള്ളവർ കണ്ടു നോക്കാം. ഇപ്പോൾ ഈ കൊഴുക്കട്ട ചെയ്യുന്നതിലേക്ക് ഞാനൊരു പാത്രം എടുത്ത് വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് 3 കപ്പ് മൾട്ടി മില്ലറ്റ് പൗഡറാണ് ചേർത്ത് കൊടുക്കുന്നത്. മൾട്ടി മില്ലറ്റ് പൗഡർ എന്ന് പറയുമ്പോൾ ഞാൻ ചേർത്തിട്ടുള്ളത് റാഗി 1 കപ്പാണെങ്കിൽ അതിൻ്റെ കൂടെ 1/2 കപ്പ് കുതിരവാലി, 1/2 കപ്പ് ചാമ, 1/2 കപ്പ് കമ്പ്, അതേപോലെ തന്നെ 1/2 കപ്പ് ചോളവും തിനയും പിന്നെ ചൗവരിയും കൂടെ ഇത്രയും ചേർത്തിട്ട് നന്നായിട്ട് കഴുകി ഉണക്കി പൊടിച്ച പൊടിയാണേ, വറുത്ത പൊടിയാണ്. അതിൻ്റെ കൂടെ 1 ടീസ്പൂൺ നെയ്യ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. 3/4 ടീസ്പൂൺ ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തിട്ട് ഒരു സ്പാറ്റുല വെച്ചിട്ട് ഈ നെയ്യും ഉപ്പും മാവിൻ്റെ എല്ലാ സൈഡിലും ആകുന്ന രീതിയിൽ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. നമ്മൾ ഈ പൊടി കുഴച്ചെടുക്കുന്നത് തിളയ്ക്കുന്ന വെള്ളം കൊണ്ടാണ്. നമ്മൾ ഇടിയപ്പത്തിനൊക്കെ മിക്സ് ചെയ്തെടുക്കത്തില്ലേ, അതുപോലത്തെ തിളച്ച വെള്ളം കൊണ്ട് വേണം ഈ പൊടി ഒന്ന് കുഴച്ചെടുക്കാനായിട്ട്. ഞാനിതാ 1 കപ്പ് വെള്ളം ഇതിലേക്ക് ആദ്യം തിളച്ച വെള്ളം ചേർത്ത് കൊടുക്കുന്നുണ്ട്. വെള്ളത്തിൻ്റെ കണക്ക് കുഴച്ച് തീരുമ്പോൾ ഞാൻ പറയാം. 1 കപ്പ് വെള്ളം ചേർത്തിട്ടുണ്ട്. ഇതൊന്ന് കുഴച്ച് നോക്കാം നമുക്ക്. അടുത്ത 1 കപ്പും കൂടി എടുത്തിട്ടുണ്ട്. അതിൻ്റെ പകുതി ഞാനിപ്പോൾ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇത് ചേർത്തിട്ട് നമുക്ക് നോക്കാം, കുഴച്ച് നോക്കാം. ബാക്കി കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് 2ാമത്തെ കപ്പിൻ്റെ. അതും കൂടി ചേർത്തിട്ടൊന്ന് കുഴയ്ക്കാം. 3ാമത്തെ കപ്പിലെ വെള്ളമാണ് ഞാൻ എടുത്തിരിക്കുന്നത്. അതിൻ്റെ പകുതി ആദ്യം ഒഴിച്ചു കൊടുക്കാം. ഒന്ന് മിക്സ് ചെയ്ത് നോക്കാം. ആ ബാക്കിയുള്ള 1/2 കപ്പും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതും കൂടി ചേർത്തിട്ട് നന്നായിട്ട് നമുക്കൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇത് മതിയാകും. ഇത് കാണുമ്പോൾ തോന്നും വെള്ളം മതിയാകില്ലെന്ന്, പക്ഷെ മതി. മാവ് നന്നായിട്ട് കുഴച്ചിട്ട് നമുക്കൊന്ന് അടച്ചു വെച്ച് കൊടുക്കാം. ചൂട് തണിഞ്ഞിട്ട് നമുക്ക് കൈ കൊണ്ടൊന്ന് കുഴച്ച് എടുക്കാം. ഇതുപോലെ മാവ് കുഴച്ചെടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് മാറ്റി വെച്ചിട്ട് ഇതിൽ കുറച്ച് ചേരുവ ചേർത്ത് കൊടുക്കാനുണ്ട്. അപ്പോൾ അതുകൂടി ചേർത്ത് കൊടുക്കാനായിട്ട് ഞാനൊരു കടായി അടുപ്പത്ത് വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ നമുക്ക് ചേർത്ത് കൊടുക്കാം. നെയ്യ് വേണമെന്നുള്ളവർക്ക് നെയ്യ് ചേർക്കാം കേട്ടോ. വെളിച്ചെണ്ണ ഇത് ചൂടായി വന്നിട്ടുണ്ട്. അതിലേക്ക് 1/2 ടീസ്പൂൺ കടുകും 1/4 ടീസ്പൂൺ ജീരകവും കൂടി ചേർത്ത് കൊടുക്കാം. ജീരകവും ചേർത്തു. കടുകും ജീരകവും കൂടി നന്നായിട്ടൊന്ന് പൊട്ടട്ടെ. അതിലേക്ക് നമുക്ക് 1 ടേബിൾ സ്പൂൺ തൊലിയുള്ള ഉഴുന്ന് പരിപ്പാണ് ചേർക്കേണ്ടത്. അതിൻ്റെ കൂടെ തന്നെ 1 ടേബിൾ സ്പൂൺ കടലപ്പരിപ്പും കൂടി ചേർത്ത് കൊടുക്കാം. ഇത് രണ്ടും കൂടി ചെറുതായിട്ടൊന്ന് വറുത്തെടുക്കാം. ചെറുതായിട്ടൊന്ന് ബ്രൗൺ കളർ ആകട്ടെ. എന്നിട്ട് ബാക്കി ചേരുവ കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഒരു 2 തണ്ട് കറിവേപ്പില ചെറുതായിട്ട് മുറിച്ചത് അത് ചേർത്ത് കൊടുക്കാം. ഒരു 2 പച്ചമുളക് ചെറുതായിട്ട് വട്ടത്തിൽ മുറിച്ചത് അതും കൂടി ചേർത്ത് കൊടുക്കാം. പിന്നെ ഒരു 3 വറ്റൽമുളക് ചെറുതായിട്ട് മുറിച്ചത് അതും ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതിൻ്റെ കൂടെ തന്നെ ചെറിയൊരു കഷ്ണം ഇഞ്ചി ചെറുതായി നുറുക്കിയത്. അതിൻ്റെ കൂടെ ഈ എടുത്തിരിക്കുന്നത് ചെറിയ ഉള്ളിയാണ്. ഒരു 15 ചെറിയ ഉള്ളിയുണ്ട്. സവാള വേണമെങ്കിൽ അതും എടുക്കാം, പക്ഷെ ചെറിയ ഉള്ളിക്കാണ് ടേസ്റ്റ് കൂടുതൽ. ഇത് ചെറുതായിട്ട് ഇതേപോലെ മുറിച്ചതാണ്. അതും കൂടി നമുക്ക് ഇതിൻ്റെ കൂടെ ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. മുരിഞ്ഞു പോകുമൊന്നും വേണ്ട, ചെറുതായിട്ടൊന്ന് കളർ മാറി വന്നാൽ മതിയാകും. അതുവരെ ഒന്ന് വറുത്ത് കൊടുക്കാം. ഇത് ട്രാൻസ്പെറൻ്റായി വന്നിട്ടുണ്ട് സവാളയൊക്കെ. അതിൻ്റെ കൂടെ നമുക്ക് ഒരു 3 ടേബിൾ സ്പൂൺ തേങ്ങ ചേർത്ത് കൊടുക്കാം. അതും കൂടി ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് ചെറുതായിട്ട് മൂപ്പിച്ചെടുക്കാം. ചെറിയ മണമൊക്കെ വരും, ആ സമയം വരെ മൂപ്പിക്കാം. അത് കഴിഞ്ഞ് ഇതിലേക്ക് ഞാൻ എടുക്കുന്നത് പീനട്ട്സ് ആണ്. ഇതുപോലെ 1-2 തല്ലി വെച്ചിരിക്കുന്നതാണ്. മിക്സി ജാറിലിട്ട് ഒന്ന് പൾസ് ചെയ്ത് എടുത്താൽ മതി. അതും കൂടി നമുക്ക് ചേർത്ത് കൊടുക്കാം. ഇതൊരു 2 ടേബിൾ സ്പൂൺ ഉണ്ട്. ഇതിൻ്റെ കൂടെ തന്നെ നട്ട്സോ സീഡ്സോ നമുക്ക് ഇഷ്ടമുള്ളത് ചേർക്കാം. റൈസിൻസ് ചേർത്താലും നല്ലതാണ്. ഇനി ഈ കൂട്ടിലേക്കുള്ള ഉപ്പ് കൂടി 1/4 ടീസ്പൂൺ ഉപ്പും കൂടി ഞാൻ ചേർക്കുന്നുണ്ട്. നമ്മൾ കൊഴുക്കട്ടയിലേക്ക് ഉപ്പ് ചേർത്തിട്ടുണ്ട്. ഇത് ഈ മസാലയിലേക്കുള്ള ഉപ്പ് മാത്രമാണ്. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. മതിയാകും. തീ ഓഫ് ചെയ്തിട്ട് നമ്മൾ നേരത്തെ കുഴച്ച് മാറ്റി വെച്ചിരിക്കുന്ന മൾട്ടി മില്ലറ്റ്സ് മാവിൻ്റെ കൂടെ ഇതും കൂടെ ചേർത്ത് കൊടുത്തിട്ട് ഒന്നും കൂടെ കുഴച്ചെടുക്കണം. ഇത് നല്ല ചൂടാണ്. ഒരു 2 മിനിറ്റ് കഴിഞ്ഞിട്ട് നന്നായി കൈ കൊണ്ട് തന്നെ കുഴച്ച് ഉരുട്ടിയെടുക്കാം നമുക്ക്. ഇതുപോലെ നന്നായിട്ട് മസാലയും ഈ മാവും കൂടെ കുഴച്ച് വെച്ചിട്ടുണ്ട്.
ഇതിൽ നിന്നും നമുക്ക് ആവശ്യമുള്ള വലുപ്പത്തിൽ ഉരുള എടുത്തിട്ട് ഉരുട്ടി ഇനി സ്റ്റീം ചെയ്താണ് എടുക്കാൻ പോകുന്നത്. നമ്മൾ ഉരുള ഉരുട്ടിയിട്ട് കാണിക്കാം. ഇതേപോലെ ബാക്കിയും കൂടെ ഉരുട്ടിയെടുക്കാം. നമുക്ക് വിള്ളലൊന്നും ഇല്ലാതെ നന്നായിട്ട് ഉരുട്ടിയെടുക്കാം. ഞാൻ അടുപ്പത്ത് സ്റ്റീമർ വെച്ച് കൊടുത്തിട്ടുണ്ട്. വെള്ളം നന്നായി തിളച്ച് വന്നിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ ഉരുട്ടി വെച്ചിരിക്കുന്ന മൾട്ടി മില്ലറ്റ് ബോൾസ് ഓരോന്നായിട്ട് വെച്ച് കൊടുക്കാം. ബോൾസ് എല്ലാം സ്റ്റീമറിൽ വെച്ചിട്ട് 5 മുതൽ 10 മിനിറ്റ് വരെ സമയം എടുക്കും വെന്ത് കിട്ടാനായിട്ട്. നമുക്കൊന്ന് അടച്ചു കൊടുക്കാം. ഇനി ഈ ബോൾസിലേക്കുള്ള പീനട്ട് ചട്നി റെഡിയാക്കാം. അതിലേക്ക് 1/2 കപ്പ് പീനട്ട്സ് ഞാൻ എടുത്ത് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇതൊന്ന് ക്രഷ് ചെയ്തെടുത്തിട്ട് വരാം. അത് കഴിഞ്ഞ് ബാക്കിയുള്ള ചേരുവ ചേർക്കാം. പീനട്ട്സ് പൊടിച്ചിട്ടുണ്ട്. അതിൻ്റെ കൂടെ നമ്മൾ ചേർക്കാൻ പോകുന്നത് പച്ചമുളകാണ്. ഇത് ചെറിയ സൈസ് പച്ചമുളക് ആയതുകൊണ്ട് ഞാനൊരു 12 പച്ചമുളക് എടുത്തിട്ടുണ്ട്. വലുതാണെന്നുണ്ടെങ്കിൽ കുറച്ച് എരിവൊക്കെ ഉള്ളതാണെങ്കിൽ 6 മതിയാകും. അത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതിൻ്റെ കൂടെ തന്നെ പുളി ചേർക്കണം. നമുക്ക് പുളിയും എരിവും കുറച്ച് കൂടുതലായിട്ട് നിൽക്കണം. അതുകൊണ്ട് പുളി ഇത്രയും എടുത്തിട്ടുണ്ട്. ഞാനൊരു വലിയ നെല്ലിക്കയുടെ സൈസ് പുളി എടുത്തിട്ടുണ്ട്. 2 അല്ലി വെളുത്തുള്ളി, കുറച്ച് കറിവേപ്പില, ഒരു 4 ചെറിയ ഉള്ളി, പിന്നെ തേങ്ങ ഒരു 1/2 കപ്പ് അതും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് ആവശ്യമുള്ള ഉപ്പ് ഒരു 3/4 ടീസ്പൂണോളം അതും കൂടി ചേർത്തിട്ട് നമുക്ക് നന്നായിട്ട് ഇതൊന്ന് അരച്ചെടുത്ത് കൊണ്ടുവരാം. കൊഴുക്കട്ട നന്നായിട്ട് വെന്തിട്ടുണ്ട്. അതൊന്ന് എടുത്ത് കാണിച്ചു തരാം. കണ്ടോ, കളറൊക്കെ മാറിയിട്ട് നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഇത് നമുക്ക് മാറ്റി വയ്ക്കാം. വേറൊരു പാത്രത്തിലേക്ക് കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഞാൻ വെളിച്ചെണ്ണയാണ്. അത് ചൂടായി വരുമ്പോഴത്തേക്കും അതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ കടുക് ചേർത്ത് കൊടുക്കാം. 4-5 ചെറിയ ഉള്ളി ഇതുപോലെ മുറിച്ചത് അത് ചേർത്ത് കൊടുക്കാം. കുറച്ച് കറിവേപ്പില, ഇത്രയും കൂടി ചേർത്തിട്ട് ഒന്ന് വറുത്തെടുക്കാം. പീനട്ട് ചട്നിയിലേക്കുള്ള വറവാണ്. ഉള്ളിയൊക്കെ നന്നായിട്ട് മൊരിഞ്ഞ് വരട്ടെ. നമ്മൾ പീനട്ട് ചട്നി അരച്ച് ഇതുപോലെ പാത്രത്തിലാക്കി വെച്ചിട്ടുണ്ട്. നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. ഉപ്പൊക്കെ മതിയാകും. ഇതിലേക്ക് നമ്മൾ വറുത്തെടുത്ത വറവ് ചേർത്ത് കൊടുക്കാം. അങ്ങനെ നമ്മുടെ മൾട്ടി മില്ലറ്റ്സ് കൊഴുക്കട്ടയും അതിൻ്റെ സൈഡ് ഡിഷായിട്ട് പീനട്ട് ചട്നിയും ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല ഹെൽത്തിയാണ്, ടേസ്റ്റിയാണ്, എളുപ്പവും കൂടിയാണ്. ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. ഇനി ഇതുപോലെയുള്ള നല്ല ഐറ്റമായിട്ട് കാണുന്നത് വരെ നന്ദി, നമസ്കാരം.